2026 എക്സാമിന് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. സോ നിങ്ങൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് XCT എക്സാമിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്ന പോലെയുള്ള ഒരു വിൻഡോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക. സോ ആ ഒരു വിൻഡോയിൽ നിങ്ങൾ കയറി നോക്കി ഇതിലാണ് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് നിങ്ങൾ എത്തിയാൽ ആ ഒരു XCTനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഈ ഒരു വിൻഡോയിൽ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കുറേ ഡീറ്റെയിൽസ് ഇവിടെ കാണുന്നുണ്ട്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോ ഫസ്റ്റ് തന്നെ അൺലോക്ക് സ്കോളർഷിപ്സ് വിത്ത് Exam എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ Exam നടത്തുന്ന Exam എൻട്രൻസ് കം സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് XCT എന്ന് പറയുന്നത്. സയൻസിലും മാത്സിലും അതേപോലെ തന്നെ മെന്റൽ എബിലിറ്റി പോലുള്ള സബ്ജക്ട്സിൽ മികച്ച സ്റ്റുഡൻസിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് നല്ല സ്കോളർഷിപ്പ് കൊടുത്തുകൊണ്ട് അവരെ കൂടുതൽ മികച്ചതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. യെസ്, ആ ഒരു നമ്മളുടെ ഫൗണ്ടേഷൻ കോഴ്സിലേക്ക് അവർക്ക് വളരെയധികം സ്കോളർഷിപ്പോട് കൂടി എൻ്റർ ചെയ്യാനുള്ള നല്ലൊരു അടിപൊളി അവസരമാണ് XCT എന്ന് പറയുന്നത്. സോ ഇവിടെ കൊടുത്തിട്ടുണ്ട് യെസ് രജിസ്റ്റർ നൗ എന്നുള്ള ഒരു ലിങ്ക് അവിടെ കാണാൻ പറ്റും. അതേപോലെ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനദർ ലിങ്ക് അവിടെ ഉണ്ട്. എക്സാം ഡേറ്റ്സ്, മോഡ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതേപോലെ XCT 2026 എന്ന് പറഞ്ഞൊരു പോസ്റ്റർ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. May 2 ഓൺലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ എക്സാം ഉണ്ടാവുക. യെസ്, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ രജിസ്റ്റർ ഫോർ XCT 2026 ഇൻ മിനിറ്റ്സ് എന്ന് പറയുന്നുണ്ട്. സോ ആ രജിസ്ട്രേഷനിലേക്ക് നമുക്ക് വരാം. ബിഫോർ ദാറ്റ് വാട്ട് ഈസ് XCT എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ലിങ്ക് അവിടെ കാണിക്കുന്നുണ്ട്. XCT എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ ഓൺലൈൻ എക്സാം ആണ്. നമ്മൾ Exam ലേണിംഗ് നടത്തുന്ന എന്തിനാണ് നടത്തുന്നത് വെച്ചാൽ ഐഡന്റിഫൈ അക്കാദമിക്കലി ടാലന്റഡ് സ്റ്റുഡൻസ് ആൻഡ് സപ്പോർട്ട് ദം വിത്ത് മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സ് ആൻഡ് സ്ട്രക്ചേർഡ് അക്കാദമിക് ട്രെയിനിങ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ XCT എക്സാം നടത്തുന്നത്. 5 to 9 വരെ ക്ലാസ്സുകളിലുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാവും എക്സാംസ് ഉണ്ടാവുക. സോ ഇവിടെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് സ്കോളർഷിപ്സ് വർത്ത് 50 lakhs പ്ലസ് 50 ലക്ഷത്തോളം വരുന്ന സ്കോളർഷിപ്സ് ഈ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു എക്സാമിൻ്റെ സിലബസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവിടെ സിലബസ് എന്ന് പറഞ്ഞ ഒരു കോളം നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു സിലബസ് കൃത്യമായി ഡൗൺലോഡ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ ക്ലാസ്സിലുള്ളവരും നിങ്ങളുടെ സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് വേണം എക്സാമിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്യാൻ. ഇവിടെ ക്ലാസ് 9 പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫൗണ്ടേഷനിലേക്ക് വരുമ്പോൾ ക്ലാസ് 10th വരാൻ ഈ ഒരു അക്കാദമിക് ഇയറിലേക്ക് ക്ലാസ് 10th വരുന്നവരായിരിക്കും. സോ അവരുടെ ക്ലാസ് 9 സിലബസിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും അവരുടെ എക്സാം ഉണ്ടാവുക. സോ അത് കൃത്യമായിട്ട് നോക്കുക. ക്ലാസ് 8 വരുമ്പോൾ ഇവിടെ ഫൗണ്ടേഷനിലേക്ക് ക്ലാസ് 9th വരുന്ന സ്റ്റുഡൻസ് ആണ്. സോ ക്ലാസ് 8 സിലബസ് ബേസ് ചെയ്തുകൊണ്ടായിരിക്കും എക്സാം ഉണ്ടാവുക. സോ ആ സിലബസ് എന്താണെന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. യെസ്, അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സ്കോളർഷിപ്സ് എങ്ങനെയാണ് നടത്തുന്നത്. ടോപ്പ് റാങ്കേഴ്സിന് നല്ല ഫുൾ സ്കോളർഷിപ്പോടെ 100% സ്കോളർഷിപ്പ് ടോപ്പ് റാങ്കേഴ്സിന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ റാങ്ക് അനുസരിച്ച് നിങ്ങളുടെ സ്കോളർഷിപ്പ് പാർഷ്യൽ സ്കോളർഷിപ്സ് ഫോർ ഹൈ സ്കോറേഴ്സ് ഉണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആൻഡ് എന്തുകൊണ്ട് നിങ്ങൾ Exam ലേണിംഗ് ചൂസ് ചെയ്യണം എന്നുള്ള കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പോകുന്നത് ഹയർ നല്ല പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിച്ചിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ക്ലാസ് ഉണ്ടാവുക. സോ IITs NITs അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ പഠിച്ച ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും നിങ്ങളുടെ മക്കൾക്ക് ഇവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവാമെന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ സ്ട്രോങ് ഫണ്ടമെന്റൽസ്, അവരുടെ ഫൗണ്ടേഷൻ നല്ല സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് എല്ലാ ബേസും അതേപോലെ തന്നെ നോർമൽ നമ്മളുടെ സ്കൂൾ സിലബസിന് പുറമെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും എല്ലാം സോൾവ് ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി അവരെ ഒരു കോമ്പറ്റീവ് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഉള്ള ഒരു അടിപൊളി ഫൗണ്ടേഷൻ കോഴ്സാണ് ഇവിടെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവരെ സ്കൂൾ ബേസ്ഡ് എക്സാം ബേസ്ഡ് തിങ്കിങ്ങിന് പുറമെ അവരുടെ അനലിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ മെന്റൽ എബിലിറ്റി ക്വസ്റ്റ്യനൊക്കെ അതുപോലുള്ള എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കോഴ്സ് അവരെ ഹെൽപ്പ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. ആൻഡ് ഇവിടെ നിങ്ങൾ റൗണ്ട് 1 എക്സാം ഡേറ്റ്സ് കാണാൻ പറ്റും. റൗണ്ട് 1 May 6 റൗണ്ട് 2 റൗണ്ട് 1 May 2 റൗണ്ട് 2 May 6 ഉണ്ടാവുക. റൗണ്ട് 2 സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് റൗണ്ട് 2 ഉണ്ടാവുക. ഓൺലൈൻ മോഡായിരിക്കും നമ്മുടെ എക്സാം എന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ ഫീസ് ഒന്നുമില്ല. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. സോ 5 മുതൽ 9 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ഏത് കുട്ടികൾക്കും ഫ്രീ ആയിട്ട് നമുക്ക് ഇവിടുത്തെ എക്സാം എഴുതാൻ വേണ്ടി പറ്റും. ആൻഡ് MCQ ഫോർമാറ്റിലായിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, നിങ്ങൾ ഓപ്ഷൻസ് മാർക്ക് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ എൻട്രൻസ് ടെസ്റ്റ് ഒക്കെ അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. സോ ആ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മുടെ എക്സാം എന്ന് മനസ്സിലാക്കാം. ആൻഡ് യെസ്, ഇവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്കൊരു ചെക്ക് രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ്, യെസ് അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇവിടെ നിങ്ങൾ ആ ഒരു രജിസ്ട്രേഷൻ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. സ്റ്റുഡൻറ്റ് നെയിമിൻ്റെ അവിടെ നിങ്ങളുടെ ആ കുട്ടിയുടെ സ്റ്റുഡൻറ്റ് നെയിം എന്താണോ അത് കൊടുക്കുക. ഇപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഏത് ക്ലാസ്സാണ് കഴിഞ്ഞിട്ടുള്ളത് ആ ക്ലാസ് അവിടെ കൊടുക്കുക. ഞാൻ ക്ലാസ് 6 എന്ന് കൊടുത്തു. ഏത് സ്കൂളിൽ നിന്നാണ് പഠിച്ചത് ആ ഒരു വിവരം കൃത്യമായിട്ട് കൊടുക്കുക.
റീജിയൻ, നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലുള്ള സ്റ്റുഡൻ്റ് ആണ്, കേരളത്തിലാണെങ്കിൽ ഏത് ഡിസ്ട്രിക്റ്റിലുള്ള സ്റ്റുഡൻ്റ് ആണ്, അല്ലാന്നുണ്ടെങ്കിൽ അതർ ഇന്ത്യൻ സിറ്റീസ്, വേറെ കേരളത്തിന് പുറത്തുള്ള സിറ്റീസിലാണെങ്കിൽ അത് കൊടുക്കാം. ആൻഡ് അതർ റീജിയൻസ്, ഇനി അതുമല്ല വേറെ പുറത്തുള്ള ഇന്ത്യയിലുള്ള സ്റ്റുഡൻ്റ് അല്ലാന്നുണ്ടെങ്കിൽ അതർ റീജിയൻസ് കൊടുക്കാവുന്നതാണ്. സോ ഞാനിവിടെ കൊല്ലം കൊടുക്കുന്നു. ആൻഡ് ഇമെയിൽ അഡ്രസ്സ്, ചുമ്മാ ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഫോൺ നമ്പർ അവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യുക. ആൻഡ് ഏതായിരുന്നു നിങ്ങളുടെ സ്കൂളിലെ സിലബസ് എന്നുള്ളത് അത് കൃത്യമായിട്ട് കൊടുക്കുക. CBSE ആണെങ്കിൽ CBSE എന്ന് കൊടുക്കുക. ഇനി ബോർഡ്, സ്റ്റേറ്റ് ബോർഡ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ICSE, IGCSE ഒക്കെ എല്ലാം അവിടെയുണ്ട്. ആൻഡ് നിങ്ങളൊരു XNY സ്റ്റുഡൻ്റ് ആണെങ്കിൽ, ഓൾറെഡി XNYയിൽ പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്, അടുത്ത ഇയറിലേക്ക് സ്കോളർഷിപ്പിന് വേണ്ടി എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. XNYയിൽ ഇല്ലാത്ത സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോ എന്ന് കൊടുക്കുക. സബ്മിറ്റ് രജിസ്ട്രേഷൻ ചെയ്താൽ കൃത്യമായിട്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ അവിടെ ഫുൾ ആവുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ഇനി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് രജിസ്റ്റർ ആയിട്ടുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് രജിസ്റ്റേർഡ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു കോളം ഇവിടെ ഉണ്ട്. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫോൺ നമ്പർ അടിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത ആ ഒരു ഫോൺ നമ്പർ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇനി ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ലിങ്കും ഇവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. സോ ഇതൊക്കെയാണ് XCT എക്സാമിൻ്റെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് XCT എക്സാമിന് നല്ലപോലെ അപ്ലൈ ചെയ്യുക. അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുക. സിലബസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെയുണ്ട്. നല്ല അടിപൊളി സ്കോളർഷിപ്പ് ഒക്കെ നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു.